പഴയ 1000-500 രൂപ നോട്ടുകൾ മാറ്റി പുതിയ നോട്ടുകൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ വിരലിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന മഷി പുരട്ടാനുള്ള തീരുമാനം ബുധനാഴ്ചയാണ് കേന്ദ്ര സാമ്പത്തികകാര്യ സെക്രട്ടറി ശക്തികാന്ത് ദാസ് പ്രഖ്യാപിച്ചത്. ബാങ്കുകളിൽ മഷി എത്തിച്ച് തീരുമാനം നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് തീരുമാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. കള്ളവോട്ട് തടയുന്നതിനുള്ള പ്രധാന നടപടിയാണ് വോട്ടർമാരുടെ വിരലിൽ മഷി പുരട്ടുന്നത്. ഇതേ മഷി ബാങ്കുകളിലും ഉപയോഗിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മഷിയടയാളം നോക്കി വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇത് വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും അതിനാൽ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നുമാണ് കമ്മീഷൻ കേന്ദ്ര ധനമന്ത്രാലയത്തിന് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത്. നവംബർ 19-ന് അരുണാചൽ പ്രദേശ്, അസം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ നിരവധി മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് കമ്മീഷന്റെ കത്ത്. ഇതിനോട് ധനമന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ രാജ്യത്തെ തെരഞ്ഞെടുത്ത 2500 പെട്രോൾ പമ്പുകൾ വഴി പണം പിൻവലിക്കാനുള്ള സൗകര്യമൊരുക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. പമ്പുകളിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ സ്വൈപ്പ് ചെയ്ത് പണം പിൻവലിക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാവുക. ഇക്കാര്യത്തിൽ SBI പൊതുമേഖലാ എണ്ണ കമ്പനികളുമായി ധാരണയിലെത്തി. നവംബർ 25-ന് ശേഷം സംവിധാനം നിലവിൽ വരുമെന്നാണ് വിവരം. മീഡിയ 1 ഡൽഹി.